KSRTCയുടെ വരുമാനം അനുദിനം വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഏതാണ്ട് 26 കോടി രൂപയോളം KSRTCയുടെ വരുമാനത്തിൽ വർധനവുണ്ട്. യാത്രക്കാരുടെ എണ്ണത്തിൽ 22 ലക്ഷത്തിലധികം വർധനവുണ്ട്. ഓരോ മാസവും KSRTCയുടെ വരുമാനം വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ KSRTCയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടാൻ കഴിഞ്ഞു. 10 കോടി 19 ലക്ഷം രൂപ. രണ്ടാം ദിവസം ഈ കഴിഞ്ഞ തിങ്കളാഴ്ച 9 കോടി 41 ലക്ഷം രൂപ കൈവരിക്കാൻ കഴിഞ്ഞു. KSRTC നഷ്ടം കുറച്ചു കൊണ്ടുവരികയാണ്. അതിനുവേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പുതിയ ബസ്സുകൾ വാങ്ങി, പിന്നെ ഡെഡ് മൈലേജ് കുറയ്ക്കാൻ ആവശ്യമില്ലാതെ ഓടുന്ന വണ്ടികൾ മുഴുവൻ നിയന്ത്രിച്ചു. നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ മാത്രം നമ്മളുടെ 6 കോടി 36 ലക്ഷം രൂപയിൽ നിന്ന് 685 കോടിയിലേക്ക് വരികയും പ്രതിമാസം 15 കോടി രൂപ ഓഗസ്റ്റ് മാസത്തിൽ മാത്രം 15 കോടി 22 ലക്ഷം രൂപ നമുക്ക് പ്രതിമാസ വർധന ഉണ്ടാക്കാൻ കഴിഞ്ഞു. പ്രതിമാസം ഓടിക്കുന്ന കിലോമീറ്റർ പരമാവധി കുറച്ചു. അതുപോലെ ഓരോ വണ്ടിയുടെയും ഏണിങ്സ് പെർ യാത്രക്കാരുടെ എണ്ണം 19 ലക്ഷത്തിൽ നിന്ന് 19,44,000 നിന്ന് 20,29,000 ഉണർന്നു. ഓഗസ്റ്റ് മാസത്തിലെ കണക്കാണത്. ഏണിങ്സ് പെർ കിലോമീറ്റർ 45.79 നിന്നും 49.81 ഓരോ കിലോമീറ്ററിന്റെയും വരുമാനം വർദ്ധിച്ചു. ഓരോ ബസിന്റെയും വരുമാനം 15,600 നിന്നും 16,768 രൂപയായി. ഒരു ബസിന്റെ പുറത്ത് 1,168 രൂപ വെച്ച് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി സ്മാർട്ട് കാർഡ് അടക്കമുള്ള യാത്രാ കാർഡ് അടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കി. പിന്നെ എല്ലാം ഓൺലൈൻ പേയ്മെന്റ് സാധ്യമാക്കാൻ കഴിഞ്ഞതുകൊണ്ട് യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ വനിതകൾക്കും കുട്ടികൾക്കും വളരെ സൗകര്യപ്രദമായ രീതിയിലുള്ള യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാൻ KSRTC കഴിയുന്നു.